കൈലാസനാഥൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാവട്ടെ. ഭക്തരെ, നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും വ്രണപ്പെടുത്തുകയും താൻ ചെയ്തത് ശരിയെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ അധികകാലം നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കില്ല. ജീവിതത്തിൽ എവിടെയായാലും ഒഴിവാക്കുകയാണെന്ന് തോന്നിയാൽ തനിയെ ഒഴിഞ്ഞു മാറിയേക്കണം. ഒത്തിരി വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറുന്നതാണ്. ഭക്തരെ, ഒരു ചങ്ങലയെ ദുർബലമാക്കാൻ അതിലെ ബലമില്ലാത്ത ഒരു കണ്ണിക്ക് കഴിയും. അതുപോലെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ബലഹീനത മാത്രം മതി നിങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും തകർത്തു കളയാൻ. എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട്. സ്നേഹിക്കുന്ന ആൾ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്നും ഒന്നിൻ്റെയും പേരിലും വഞ്ചിക്കയില്ല എന്നൊരു വിശ്വാസം. ആ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തകരാൻ പോകുന്നത് ആ ബന്ധം മാത്രമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഹൃദയം കൂടിയായിരിക്കും. ഭക്തരെ, നിങ്ങളെപ്പോഴും വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ജീവിതം എപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങിയെന്ന് വരില്ല. മനോഭാവം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. സന്തോഷം എന്നത് മറ്റൊരാളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ശരിയായിരിക്കാം, പക്ഷേ അതാണ് യാഥാർത്ഥ്യം എന്ന് വാശി പിടിക്കരുത്. ഉള്ളുനൊന്ത് കരഞ്ഞവരൊക്കെയും ഉയർത്തെഴുന്നേറ്റിരുന്നു. ഇതൊരു പ്രപഞ്ച സത്യമാണ്. ഒന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ കൂട്ടിവെച്ച സമ്പത്തിനാകില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. ഓർക്കുക, സമ്പത്തിനേക്കാൾ മൂല്യം മനുഷ്യബന്ധങ്ങൾക്കു തന്നെയാണ്. സമയം, വാക്ക്, അവസരം എന്നീ 3 കാര്യങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല. അതിനാൽ സമയം പാഴാക്കാതിരിക്കുക. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും ഭയമില്ലാതെ നിങ്ങൾക്ക് നേരിടാം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഭഗവാന്റെ, മഹാദേവൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും. എല്ലാ ഭക്തരും സന്തോഷമായിട്ടിരിക്കുക. ഓം നമഃ ശിവായ.